ടെഡ് ലാസോൻ്റെ തേർഡ് സീസൺ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫോർത്ത് സീസൺ കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഫോർത്ത് സീസണിലെ സെക്കൻഡ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പം അഭിപ്രായം കംപ്ലീറ്റ്ലി മാറി. ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു കിടിലൻ എപ്പിസോഡ്. ഫോർത്ത് സീസണിലോട്ട് വരുമ്പം നാട്ടിലോട്ട് പോയ ടെഡ് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് വരുവാണ്. പക്ഷേ ഇത്തവണ മെൻസ് ടീമിനെയല്ല, പകരം റിച്ച്മണ്ടിൻ്റെ വുമൻസ് ടീമിനെ കോച്ച് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ വരുന്നത്. തേർഡ് സീസണിൽ ഇഷ്ടംപോലെ പ്ലോട്ട് സൈഡിൽ കൊണ്ടുവന്നിട്ട് എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയേണ്ട ആ ഒരു ഇമോഷൻ ശരിക്കും നഷ്ടപ്പെട്ട് ഫോർത്ത് സീസൺ എത്തുമ്പം ആ ഒരു ഇമോഷണൽ കണക്ഷനും ഫ്രഷ്നെസ്സും തിരിച്ചു വരുന്നുണ്ട്. ആദ്യത്തെ എപ്പിസോഡ് ഒരു വാമപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ടെഡ് തിരിച്ചു വരുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എപ്പിസോഡ് എത്തുമ്പം ആ ട്രാക്ക് കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. ടെഡ് ലാസോൻ്റെ ആദ്യത്തെ ഒരു സീസണിലൊക്കെ ഉണ്ടായിരുന്നൊരു ഫ്രഷ്നെസ്സും കോമഡിയും ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീക്കിൽ കിട്ടിയതായിട്ട് എനിക്ക് സെക്കൻഡ് എപ്പിസോഡിൽ നിന്ന് തോന്നി. ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പുതുതായിട്ട് വന്ന ആലീസ് എന്ന അസിസ്റ്റൻറ്റ് കോച്ചാണ്. ടെഡിൻ്റെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായ ഒരു ക്യാരക്ടറാണ്. ടെഡ് ആളെങ്ങനെയാണ് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്കായ, വളരെ സമാധാനപ്രിയനായ ഒരു മനുഷ്യൻ. ആലീസ് ആണെങ്കിൽ സർക്കാസ്റ്റിക്കായ, കുറച്ച് ടഫായ ഒരു ക്യാരക്ടറാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി, അതായത് ഇവർ ഒറ്റ എപ്പിസോഡിൽ ഒരുമിച്ച് വന്നിട്ടുള്ള ആ എപ്പിസോഡിൽ തന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ അന്യായമാണ്. ഈ ആലീസ് എന്ന ക്യാരക്ടറെ അവതരിപ്പിച്ചിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷനിലൊക്കെ ഉണ്ടായിരുന്ന ടാനിയ റെയ്നോൾഡ്സ് ആണ്. ഈ സെക്കൻഡ് എപ്പിസോഡിൽ ഒരു സീനിൽ ഈ ആലീസിൻ്റെ ക്യാരക്ടർ ടെഡിനോട് സംസാരിക്കുമ്പം ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് അവർ പോർട്രേ ചെയ്ത് വെച്ചേക്കുന്നത്. ടെഡ് ലാസോ ഫോർത്ത് സീസണിൽ ആദ്യത്തെ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പം ഒരു കംപ്ലീറ്റ് തിരിച്ചുവരവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ തേർഡ് സീസൺ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ടെഡ് ലാസോൻ്റെ ഈ സീസൺ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുവെക്കാവുന്നതാണ്. ഈ സീസണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ പിന്നീട് ഉണ്ടാകുന്നതാണ്. ഈ ഒരു ഷോർട്ട് റിവ്യൂ ആ എപ്പിസോഡ് കണ്ടൊരു എക്സൈറ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.